ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയൊരു ഗെയിമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മളിങ്ങനെ ചുമ്മാ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കും ചെയ്യാമെന്ന്. അപ്പോൾ ദേ സമയം ഉണ്ടല്ലോ, ഇപ്പോൾ എത്ര മണിയെന്നറിയോ? എത്ര മണി? 11:30 ആണ് സമയം. അപ്പോൾ ദേ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളൊരു ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പിന്നെ ഒരു ടേബിളൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും അഞ്ച് ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അടച്ചു വെക്കി നന്ദ ഞങ്ങളൊക്കെ മേക്കപ്പ് ചെയ്ത് പറഞ്ഞിട്ട് അവള് മേക്കപ്പ് ചെയ്യാൻ പോയി. ഒക്കെ കൂറ വേഷത്തിലേക്കായിരുന്നു. അപ്പോഴാണ് ഈ ഐഡിയ കൊണ്ടുവന്നത് ഞാൻ. അപ്പോൾ ഇന്ന് പിന്നെ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ ലച്ചു? വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആൾക്കാരെ പരിചയപ്പെടുത്തി തരാട്ടോ ഞാൻ. പിന്നെ നമുക്ക് വേറെ പരിചയപ്പെടാം. ദിസ് ഇസ് അർച്ചന. ദിസ് ഇസ് മിഥുന. അപ്പൊ ആദ്യത്തെ ഇതില് നന്ദന വേഴ്സസ് മിഥുന. അവര് മിഥു എടുത്ത സാധനങ്ങൾ നന്ദും കണ്ടിട്ടില്ല, നന്ദു എടുത്ത സാധനങ്ങൾ മിഥും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങണേ? ഓക്കെ. അപ്പൊ മിഥു ആദ്യം എടുത്ത സാധനം എടുത്തോ. ഞാൻ എടുക്കുന്നത് ഇതാട്ടോ. അവളതാണ് എടുത്തേക്കുന്നത്. അടുത്തത് നന്ദു എടുക്കും ഒരു സാധനം. നന്ദു ഇതാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇനി ഓരോരുത്തരും പറഞ്ഞോ, മിഥു എന്താണ് പറയുന്നത്? ഓക്കെ. ഇനി നന്ദുവിന് എന്തെങ്കിലും പറയും. നന്ദു പാനയാണ് എടുത്തേക്കുന്നത്. മിഥു സ്പ്രേ ആണ് എടുത്തേക്കുന്നത്. അതൊന്നും തട്ടല്ല വേണ്ട, ഇങ്ങനെ നന്നായിട്ട് ആക്കി മാഷിട്ട് കുളിക്കാനല്ലേ പറഞ്ഞേ. മതി ചാൻസ്. ഇനി അടുത്തത് ഇനി നന്ദു ചോദിക്കേ. അത് മാഷ് തട്ടി കടക്കി. ഇനി മിഥു. പാനൊന്ന് വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കിയേ. കയ്യിലൊന്ന് എഴുതിയേ. എന്റെ കയ്യിലാ പാനയുടെ മൂടി തുറക്ക്. ഓക്കെ ഓക്കെ. എത്ര 4. തട്ടിയത് ഒരു വട്ടം കൂടി തട്ട്. ഇതൊന്നെടുത്ത്. ഇനി നന്ദു. മേശോട്ട് തട്ട്. അപ്പൊ കഴിഞ്ഞുട്ടോ, 4 ചാൻസ് കഴിഞ്ഞുട്ടാ. ഇനി ഇത് പറയും. നന്ദു പറഞ്ഞത് നന്ദുവിന്റെ കയ്യിലിരിക്കുന്ന സാധനം എന്തായിരുന്നു പറഞ്ഞത്? പാന ആണോ അല്ലേ? ട്രൂത്ത് ഓർ ലൈ പറയും. ഓക്കെ. ഇനി നന്ദു പറയും. ഇതിൻ്റെ ഉള്ളത് സ്പ്രേ ആണ്. അപ്പൊ രണ്ടാളും ട്രൂത്ത് എന്നാട്ട് പറഞ്ഞേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണിച്ചു കൊടുത്തേ സാധനങ്ങള്. ബാക്കി കൂടെ കാണിച്ചു കൊടുത്തോ. വലിയ മണ്ടത്തുകള്. അയ്യോ, ഇനി ഓരോന്നെടുത്ത് ഓരോ സാധനങ്ങൾ എടുത്തോ. ഓക്കെ. മിഥു കാണിച്ചെന്താന്ന്, നന്ദു കാണിച്ചെന്താന്ന്. ഓക്കെ. ഇനി നന്ദു സ്റ്റാർട്ട് ചെയ്തോ. നന്ദുവിന്റെ കയ്യിൽ തലയിലിടുന്ന ക്ലിപ്പ്. മിഥുവിന്റെ എല്ലാം എന്താന്ന് പറഞ്ഞു? ഓക്കെ. ഇനി തുടങ്ങിക്കോ. 4 ഇത് ക്ലൂ കൊടുക്കാട്ടോ. ലിപ്സ്റ്റിക് അല്ലേ? അതിന്റെ മൂടി. ഇനി മിഥു ചോദിക്കുന്ന നന്ദുവിനുണ്ട് ക്ലിപ്പാണ് കേട്ടോ. അതൊന്നും ഇങ്ങനെ തുറന്നു ചെയ്ത എന്താ ചെയ്യാത്ത? സ്റ്റോറേജ് ചെയ്യേ. തുറക്ക്.
അവളാക്കി. ഇല്ല ഞാൻ കേട്ടില്ല. ഒന്നുകൂടി കാണിക്കുന്നില്ല. ഒന്നുകൂടി. ഇനി എന്ത് ചോദിക്ക്? അത് തട്ടി രണ്ടോട്ട് തട്ടി. ബാക്ക് കവർ ഉണ്ടോ? ഏതെങ്കിലും വളരെ തട്ടിക്കോ. ക്ലിപ്പല്ലേ? ക്ലിപ്പ് വെച്ച് മാക്സിമം തട്ട്. നാച്ചുറൽ. ഇനി ഇത് അല്ല നന്ദല്ല ചോദിക്കണ്ടേ? ചോദിക്കേ സ്പീഡാക്ക്. അത് കയ്യിലിട്ട് ലിപ്സ്റ്റിക് കയ്യിലിട്. അത് കൈവിട്ട് ഇനി അടുത്തത് ഒരു ഇത്ര ഹൈറ്റിൽ നിന്നും താഴെ. ഒരു ഇത്ര ഹൈറ്റിൽ നിന്നും താഴെ. ഇട് എങ്ങട് ഞാൻ പറയണത് ലൈ. ഇത് പറയണ നന്ദു പറഞ്ഞത് ലൈ ആണെന്ന്. ഇനി നന്ദു പറയണ അപ്പൊ രണ്ടാളും ലൈ ആട്ടാ പറയണ. അങ്ങോട്ടും ഇങ്ങോട്ട് സാധനം കാണിച്ചു കൊടുത്തോ. ഇതാണ് മിതു എടുത്തേക്കുന്നത്. നന്ദു എടുത്തേക്കുന്നത് ഇതാണ്. ഇനി തുടങ്ങിക്കോ. എന്താ മിതു എന്താ പറയുന്നത്? എന്റെ കയ്യിൽ ഫോം ബോർഡ് ആണത്. ഫോം ബോർഡ്. എന്റെ കയ്യില് നെയിൽ കട്ടറാണ്. നന്ദുവിന്റെ കയ്യില് നെയിൽ കട്ടർ, മിതുവിന്റെ കയ്യില് എന്താ ഫോം ബോർഡ്. അപ്പൊ മിതു ഒരു ഫോം ബോർഡ് എടുത്തിട്ട് ഉണ്ടെന്നാണ് അവള് പറയണത്. നന്ദു നെയിൽ കട്ട് എടുത്തിട്ടുണ്ടെന്നാണ് അവള് പറയണത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി അടുത്തത് ഇത് ചോദിക്ക്. നെയിൽ കെട്ടുന്നല്ലേ പറഞ്ഞ നഖൊന്ന് വെട്ടി കാണിച്ചേ. ശബ്ദം കേൾക്കണട്ടാ. തൽക്കാലം ഇതെടുത്തോ. നഖം വെട്ടണ്ട. ഇതിന്റെ അടിഭാഗം അല്ല. എന്നിട്ടാ ഇത് എന്താ ഒരു സാധനം വേണല്ലോ. നഖം വെട്ടണല്ലോ. അതന്നെ നഖത്തിന് പോയത് അവൾ ആ സാധനം വെട്ടുന്നു. അത്രയുള്ള വ്യത്യാസം. വെട്ടി എങ്ങനെ എങ്ങനെ വെച്ചിട്ട് മുകളിൽ തട്ടുന്നത്? കോമ്പോട്ട് തട്ടി. ഇനി ഇത് ചോദിക്ക്. നെയ്ക്കട്ടും മറ്റേ നെയ്ക് ഒഴിക്കുന്ന സാധനമല്ലോ. അത് നെയ്ക്കൊന്ന് വരച്ച് കാണിക്കും. നഖത്തിന് വരെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാട്ടോ. ഓക്കെ. ഞാൻ ഫോം ബോർഡൊക്കെ അടിക്കും. ഇത് ബിസ്ക്കറ്റ് അല്ല. ഒരു ഇത്ര ഹൈറ്റിൽ താഴ്ക്കും. അല്ലെ ഇത്ര ഹൈറ്റിൽ താഴ്ക്കും. കൂടെ ഇറക്കി പിടിക്കും. ഇനി അവിടെ ഇട്ട് ചിലപ്പോ ഇനി ഇങ്ങോട്ട് വീണാട്ടോ. ഓക്കെ കിട്ടോ. നന്ദു എന്താ പറയുന്നത്? ട്രൂത്ത് ഓർ ലൈ അവള് പറഞ്ഞത്? ഇത് അപ്പോൾ ഇവർ രണ്ടുപേരിലും ആരാ ജയിച്ചെന്നുള്ളത് കമന്റ് ചെയ്യട്ടോ. ഇനി അടുത്തത് അപ്പൊ ഇനി ഞാൻ വെച്ചും നമ്മൾ 5 സാധനങ്ങൾ നടത്തു ചുരുക്കിയിട്ട് ഒരു 3 സാധനങ്ങളാക്കിയിട്ട് നേരത്തിന്റെ സമയത്തിന്റെ പരിമിതി പ്രകാരം നമ്മൾ 3 സാധനമാക്കി. അപ്പോൾ നമുക്കിനി എന്താ 3 സാധനങ്ങൾ കണ്ടുപിടിക്കാം. ഞാൻ കാണാണ്ട് അച്ചു 3 എടുക്കും, അവള് കാണാണ്ട് ഞാൻ 3 എടുക്കും. ഓക്കെ. അച്ചൂര് ഇൻവെർട്ടറാണ് കേട്ടോ. അത് കാരണം ഭയങ്കര ടെൻഷൻ ക്യാമറയുടെ മുന്നിൽ ഇരുന്നപ്പോ വെള്ളം കൂടിയൊക്കെ. അപ്പൊ ഞാൻ എന്റെ സാധനം പറയാം കേട്ടോ. എന്റെ കയ്യിൽ വെക്കുന്നത് നെയിൽ പോളിഷാണ് കേട്ടോ. ഇനി അച്ചു പറയണ്ടാന്ന്. എന്റെ കയ്യിലുള്ളത് വളയാട്ടോ. ഓക്കെ. ഞാൻ പറയണം അതൊന്ന് കൊട്ടിയ. ഓക്കെ. ഇനി സ്ഥിരാക്കി തുറന്നേ തുറന്നു. ഇനി അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ
കുറച്ച് ഒരു ഇത്ര ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇട്ടാ പതുക്കെ താഴ്ത്തിക്ക്. ചോദിക്കേ നെയിൽ പോളിഷ് ഒന്ന് കൊട്ടിയേ. ഇനി ജസ്റ്റ് കൈ കൊണ്ട് ഇട്ടാ അത് ഇട്ടാ അത് നയിച്ചേ അയച്ചു. ഓക്കെ ഞാനല്ല ചോദിക്കണ്ട. നെയിൽ പോളിഷ് ഒന്ന് ഇട്ടേ. ഇട്ട് എന്നില്ലേ ഇനി പറഞ്ഞ ചേച്ചി ട്രൂത്ത് ഓർ ലൈ? പറയട്ടെ. ട്രൂത്ത് ഓർ ലൈ? ലൈ. ലൈ. ഞാൻ പറയണു ട്രൂത്ത്. അപ്പൊ എനിക്കൊരു പോയിന്റ് ഇട്ടാ. അച്ഛന് 0. നെക്സ്റ്റ് റൗണ്ട്. രണ്ടേ സാധനം എടുത്തോ. രണ്ടേ സാധനം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് സാധനം. ഓക്കെ ഇതിനുള്ളതൊരു പെൻസിലാണ്. എന്റെ കയ്യിലുള്ള ഒരു വാച്ചാണ്. ഓക്കെ അച്ഛൻ തോന്നട്ടെ. വാച്ചിന്റെ സ്ക്രാപ്പ് അയച്ച ഒന്നും കൂടി. പെൻസിലല്ലേ? ആ പെൻസില് ബ്ലാക്ക് കൊണ്ട് ജസ്റ്റ് ഇമാജിൻ ഒന്ന് ഇങ്ങനെ എഴുതിയ ബ്ലാക്ക് കൊണ്ട്. അതായത് പെൻസിലിന്റെ നിബല്ലാത്ത പറഞ്ഞില്ലേ, അതൊന്നും ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എഴുതി. ഓക്കെ വാച്ചിലിപ്പോ എത്ര മണിയായി? വാച്ചിലിപ്പോ സത്യം പറയണമെന്നാണോ പറയണം? ഉച്ചയ്ക്ക് 1 മണി. മൂഞ്ചി. അതൊക്കെ 2:30. ഇതുമ്പോ ഒന്ന് കൊട്ടിയേ, അതുകൊണ്ട് സാധനത്തുമ്പോ ജസ്റ്റ് ഒന്ന് കൊട്ടിയേ. വാച്ചല്ലേ കൈമ കെട്ട് കിട്ടി വാച്ച്. എന്നിട്ട് അതായിട്ടേ ഈ ടേബിൾ ഇങ്ങനെ ഇങ്ങനെ കൊട്ട് അങ്ങനെ തട്ട്. ഓക്കെ അത് ഞാൻ പറയട്ടെ. അച്ഛൻ പറഞ്ഞത് ലൈയാണ്. അച്ഛൻ പറഞ്ഞത് ലൈയാണ്. ചേച്ചി പറ. ലൈയാണ്. ഞാൻ പറഞ്ഞത് ലൈയാണ്. അതെ ഞാൻ പറഞ്ഞത് ലൈയാണ്. എന്റെ കയ്യിലിരിക്കുന്നത് ഒരു ബ്രഷാണ്. പല്ല് തേക്കണതോ? ഞാൻ പറയട്ടെ. എൻ്റെ ഉള്ളത് ഒരു മാലയാണ്. ഓക്കെ അന്വേഷിച്ച് തുടങ്ങാം. മാലയല്ല, അതൊന്ന് ഇങ്ങനെ ഇത് മാച്ചാൻ വേണ്ടിട്ടൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെയൊക്കെ മാച്ചാൻ വേണ്ടിട്ടൊന്ന് ഇങ്ങനെ അതവിടെ നിന്ന് കാണില്ല അഞ്ചു. ഓക്കെ 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 മതി. ഞാൻ ചോദിക്കേ പല്ലേച്ചൊന്ന് ബ്രഷല്ലേ? ഒരു ബ്രഷ്. ഏത് ബ്രഷാണ്? ബ്രഷ്. ആ മാല ഒന്ന് കയ്യിലൊന്ന് ഇങ്ങനെ ചുറ്റിയ. ഓക്കെ 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 മേശം ഒന്ന് ബ്രഷ് ഒന്ന് ഇട്ടെ. ഇത്ര കുറച്ചുകൂടി കൈ കൊടക്ക്. ഇനി നീ അതൊന്ന് ഒന്ന് അതുപോലെ അത്ര ഹൈറ്റ് ചെയ്യുന്നുണ്ടാ? ഒരു ഇത്ര ഹൈറ്റ് ചെയ്യുന്നുണ്ടാ? ആക്കിട്ടെ
ഓക്കെ ഒന്നുകൂടെ ഇങ്ങനെ ബ്രഷ് അടിച്ച് ഇതാക്കിയ ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ മതി. ഓക്കെ ട്രൂത്ത് ഓർ ലൈ ചേച്ചി പറ ആ ലൈയാണ്. അത് ചേച്ചി ട്രൂത്താണ്. നോക്കട്ടെ. ആ ഞാൻ വിചാരിച്ചു. കണ്ടിവര് സത്യം പറയുമ്പോ രണ്ടുപേരും ഒന്നിച്ചാണ് സാധനം സത്യം പറയണേ. എന്തൊരു മനപ്പൊരുത്തല രണ്ടുപേരും. ഇതിലത്തെ winner ഞാനാണ്. അത് നമ്മുടെ winner ആരാണ്? ഹായ് ഗായ്സ്, പിന്നെ അടുത്തത് അമ്മ വേഴ്സസ് ഞാൻ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫ്ലവർ വേസ് ആണ്. ഫ്ലവർ വേസോ? ഓക്കെ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബോക്സ് ആണ്. ഓക്കെ, ഇനി തുറക്കട്ടെ. ഞാൻ പറയാം. ആ ബോക്സ് ഒന്ന് തുറന്നേ. ബോക്സ് ഞാൻ തുറക്കുന്നു. ഓക്കെ, തുറന്നാ? ആ ഓക്കെ. ഇനി അമ്മ പറയാം. അമ്മ ചോദിക്കുന്നിട്ടാണ്. നീ അത് ഒന്ന് കിളിക്കുക. ഒരെണ്ണം ചോദിക്കേ. ഇനി ഞാൻ ചോദിക്കട്ടെ. ആ ബോക്സ് ഒന്ന് ഇങ്ങനെ കുട്ടിയ. ഇനി അമ്മ ചോദിക്കണത് എന്നിട്ട് നട്ടിയാണ്. നീ അതൊന്ന് നിർത്തിക്കിട്ടെ. മനസ്സിലാക്കിട്ടാണ് ഇറങ്ങേണ്ട സൗണ്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ. ഇനി ആ ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കൊന്ന് കുറച്ചൊന്ന് കൊണ്ടിച്ചൊന്ന് താഴ്ത്തിക്കിട്ടെ. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. ഫ്ലൂത്തറിലേക്ക് പറയട്ടെ. അമ്മ എടുത്തേക്കുന്നത് ബോക്സ് അല്ല, അമ്മ ലൈയാണ്. ശരിയാണോ? അത് പറഞ്ഞാൽ അമ്മ ബോക്സ് ആണ് പറഞ്ഞത്, പക്ഷെ ബോക്സ് അല്ല. അഞ്ചമ്മ ട്രൂത്ത് ഓർ ലൈ. ചേച്ചിയുടെ കയ്യില് ഫ്ലവർ വേസ് ആണോ? ഫ്ലവർ വേസ് അല്ലേ? ചേച്ചിയുടെ കയ്യില് സ്പ്രേ കുപ്പിയാണ്. എന്റെ കയ്യിലുള്ളത് ഒരു ഓയിൽമെന്റ് ആണ്. എന്റെ കയ്യിലുള്ളത് ഒരു ഫോണാണ്. ആ ഫോണൊന്ന് ഓണാക്കിയ, സ്ക്രീനൊന്ന് തുറന്ന് ഇതാക്കിയ. തുറന്നു. ഇങ്ങനത്തെ ചോദിക്കേ. നിന്റെ കയ്യിൽ എന്തിട്ടാ? ഓയിൽമെന്റ്. ഓയിൽമെന്റ് ഒന്ന് മൂടി തുറന്നേ. ആ തുറന്നു. എന്നോട് ചോദിക്കി. ആ ഫോണ് ഒന്നിങ്ങനെ കൊട്ടിയേ. ഇതിനകത്തോണ്ട് ഇങ്ങനെ കൊട്ടിയേ. അതിന് പൊട്ടാൻ പറ്റില്ല, സ്ക്രീൻ പൊട്ടു. ഓക്കെ, ഞാൻ ചോദിക്കേ. നിന്റെ കയ്യിൽ അതൊന്നും നൽകിക്കിട്ടേ. ഇനി ഞാൻ ആ ഫോണ് വന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിന്റെ സ്ക്രീനും വന്ന് ഇങ്ങനെ വരച്ച വരച്ചു. ഓക്കെ, പിന്നെ നമ്മൾ ചോദിക്കും. നിന്റെ അതൊന്ന് കൊട്ടിയേ. കുട്ടി മേശമിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തട്ടണം. കൈകൊണ്ട്. ആ കൈകൊണ്ട് തട്ടി. ഓക്കെ, ഇനി മൂന്നായി. ആ അപ്പൊ ഓക്കെ കഴിഞ്ഞു. ഇനി പറയട്ടെ, ഞാൻ പറയാം. അമ്മയുടെ കയ്യിൽ ഫോണല്ല, വേറെ എന്തോ സാധനം. ഞാൻ പറഞ്ഞ ശരിയാണോന്ന് പറയണോ? ഫോണല്ല. ഫോണല്ല അമ്മ, ഓയിൽമെന്റ് ഞാൻ പറഞ്ഞത്. ഓയിൽമെന്റ് തെറ്റ്. ഓക്കെ, ഓയിൽമെന്റ് അല്ല. ഞങ്ങളുടെ കണ്ടിട്ടുള്ള സാധനം രണ്ടുപേർക്ക് പോയിന്റ്. അപ്പൊ 3-2 പോയിന്റ് ഇപ്പൊ നിൽക്കുന്നത്. സൂപ്പർ. മതിയില്ലേ? നിന്റെ വില നോക്കി ചേച്ചിയുടെ. നീ നോക്കി. കഴിഞ്ഞു. ഞാൻ തോറ്റു. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കല് കഴിഞ്ഞു. ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടമായി.
നന്ദൂര് നല്ല ഇഷ്ടായിട്ടാ. ഇത് പറയും എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഇഷ്ടായി. അച്ഛനോ? നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നമ്മളിത് ചുമ്മാ വെറുതെ ബാക്കിയുള്ളവർ ചെയ്യണുണ്ടപ്പോ നമ്മളും ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടാ. ജസ്റ്റ് ഫോർ ആൻ എന്റർടൈൻമെന്റ്. അതെ. അപ്പൊ ഞങ്ങൾ 4 പേരായിട്ട് കളിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. അതിന്റെ ഇടയിലാണ് അമ്മേനെ പിടിച്ച് കയറ്റിയിട്ട് ഇരുത്തിയതൊക്കെ കേട്ടാ. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ. ഒരു മിനിറ്റ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു ദിവസം വരുന്നത്, അല്ല വേറൊരു ഗെയിമായിട്ട് വേറൊരു ദിവസം നമ്മൾ വരും. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ.